ഇനി പത്തനംതിട്ടയിൽ നേരെ കൊല്ലത്തേക്കാണ് പോവുക. എന്തായാലും പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് എൻ ഡി എ അവിടെ നടത്തിയത് കൃഷ്ണകുമാർ. പക്ഷേ മണ്ഡലത്തിൽ ഇളക്കി മറിച്ചുള്ള ഒരു പ്രചരണ പ്രവർത്തനം നമുക്കറിയാം. മറ്റേ കൂടെ ഈ പ്രചരണത്തിന് അദ്ദേഹത്തിന്റെ കുടുംബം കൂടെ പങ്കാളികളാവുന്ന നോമിനേഷൻ കൊടുക്കാനും ഉണ്ടായിരുന്നു. എന്തായാലും തീരദേശ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എന്തായാലും പ്രശംസനീയമായ ഒരു രീതിയിലേക്ക് ആളുകൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയക്കാരനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് ആക്രമിച്ച സമയത്തൊക്കെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ വൈകാരികമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വൈകാരികമായി എന്തായാലും നോമിനേഷൻ അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് പോയി മടങ്ങി വരാം. നിറഞ്ഞ പുഞ്ചിരിയും ഉറച്ച വാക്കുകളും കൊടുത്ത വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്ന പ്രകടനവുമായി കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അങ്ങനെ ജനമനസ്സുകളിൽ സ്വാധീനം തേടുകയാണ്. ഇന്ന് അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തി. അതിനുശേഷം അദ്ദേഹം കുടുംബസമേതം ജനജീവിയോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയുക? കാരണം ഞാൻ ശ്രദ്ധിക്കാൻ കാരണം നമ്മൾ മുണ്ടക്കൽ തീരത്ത് ചെന്നപ്പോൾ താങ്കൾ പറയുന്നതിനെ പോലും പല ആൾക്കാരും തടസ്സപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും തർക്കിക്കാനൊക്കെ വന്ന സമയത്ത് ഒരു തവണ പോലും അവരോട് ദേഷ്യപ്പെടാതെ അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കേട്ട് വീണ്ടും വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു? നമ്മുടെ ജീവിതാനുഭവം എന്നൊരു സംഭവമുണ്ട്. നമ്മൾ അത്ര എളുപ്പം കയറി വന്നവരല്ല ജീവിതത്തിൽ. സർവത്ര വീഴ്ചകൾ, അതായത് അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ, അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അച്ഛൻ പ്രായമായി റിട്ടയർ ചെയ്ത സമയത്തൊക്കെ അസാമാന്യമായ വീഴ്ച വീഴുന്നുണ്ട് ജീവിതത്തിൽ. നമ്മൾ താഴെ തട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാതിരിക്കുമ്പോൾ നമുക്കും ഇതേ വേദനയുണ്ട്. ആ സമയം ആര് പറയുന്നതും എതിർത്തുകൊണ്ട് തട്ടിക്കയറും. കാരണം നമ്മുടെ വേദന ആരെങ്കിലും കേൾക്കണം, ഒരു പരിഹാരം കൊണ്ടുവരണം. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ പറ്റത്തില്ല. ഇന്നലെ ഈ തട്ടിക്കയറിയവരാരും മോശക്കാരല്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നം എന്ന് പറയുന്ന വീടാണ് തകർന്നു വീണിരിക്കുന്നത്. ഒരു വീട് പോകുകയെന്ന് വെച്ചാൽ നമുക്കൊരു വയസ്സിൽ 10-15 വീട് വെക്കാൻ പറ്റില്ല. ഒരു വീട് തന്നെ വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വീട് തകർന്നിട്ട് ഇന്നലെ നമ്മൾ ആ മണ്ണിൻ്റെ പുറത്തു നിന്നില്ല, കടൽ തീരത്ത് ആ മണ്ണിൻ്റെ അടിയിൽ ഇവരുടെ വീടുകൾ കിടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരങ്ങനെ റിയാക്ട് ചെയ്യും. ആ സമയത്ത് എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ച് കെട്ടിപ്പിടിച്ച് പോകണം. കുറച്ച് കഴിയുമ്പോൾ ഈ തട്ടിക്കറിയിൽ തന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചോടെ അവിടെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. കാരണം അവരുടെ ഭാഗത്തൊരു ശരിയുണ്ട്. ഞാൻ എപ്പോഴും പറയും, അവിടെ ശരി തെറ്റുകളില്ല. ഇതൊരു ശരിയും തമ്മിലുള്ള തർക്കമാണ്. അപ്പം നമ്മൾ അവരെ കെട്ടിപ്പുണരുക, അവരുടെ കൂടെ നിൽക്കുക തന്നെയാണ്. എന്തായാലും രണ്ട് സിനിമാ താരങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ കുടുംബം മുഴുവൻ താരങ്ങളുള്ള ഒരാളാണ് കൃഷ്ണകുമാർജി. ഇപ്പോൾ കൃഷ്ണകുമാർജിയുടെ ഭാര്യ സിന്ധു ചേച്ചി ഉണ്ട്. സിന്ധു ചേച്ചി യൂട്യൂബിലൊക്കെ വലിയ താരമാണ്, ഒരുപാട് പേർക്കറിയാം. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്, അതായത് കൊല്ലം പോലെ നിങ്ങളുടെ വീട് തിരുവനന്തപുരത്താണ്, അപ്പോൾ കൊല്ലത്തേക്ക് വന്ന് മത്സരിക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ? കൊല്ലം എന്നിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിച്ചുവിന്. ഞാൻ കിച്ചു വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും എന്നും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ലൈക്ക് ആദ്യം ഞാൻ കൊല്ലം എങ്ങനെയായിരിക്കും കിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഒരു ഡൗട്ട് പോലെ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഡൗട്ടും ഇല്ല. ഐ തിങ്ക് ട്രിവാൻഡ്രത്തിനേക്കാൾ ഹീൽ പെർഫോം ബെറ്റർ ഹിയർ. കൊല്ലം എന്ന് പറയുമ്പോൾ ഈ തീരദേശ മേഖലയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെയൊക്കെ അടുത്ത് കൃഷ്ണകുമാർജി പോകുന്നതും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അവിടെയൊക്കെ കിട്ടുന്നൊരു വലിയ സ്വീകാര്യതയുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കിപ്പോൾ ട്രിവാൻഡ്രത്തായാലും കിച്ചു കുറേ നാളായിട്ട് അവിടുത്തെ തീരദേശത്ത് പോയി ഒരുപാട് അവർക്ക് വേണ്ടി മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ പേഴ്സണലി വളരെ ക്ലോസ് ആയിട്ട് ഞാനത് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരു അവസരം പുള്ളിക്ക് കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പുള്ളി തീർത്തു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കൃഷ്ണകുമാർജി പറഞ്ഞിരുന്നു, ഇപ്പോൾ തൽക്കാലം ഹോട്ടലിലാണ് നിൽക്കുന്നത്, കൊല്ലത്തൊരു വീടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വീട് നോക്കുമ്പോൾ കൂടോടിങ്ങി പോരുമോ? അത് ഞാൻ വെറുതെ തന്നെ കള്ളം പറയണം, ഞാൻ ട്രിവാൻഡ്രത്തെ നിൽക്കും. ചേച്ചി എന്തായാലും കൊല്ലത്തേക്ക് അങ്ങനെ വരുന്നില്ല, എന്തായാലും പ്രചാരണത്തിലൊക്കെ സജീവമായി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? കാരണം അവിടെ ഞങ്ങളുടെ അവിടെ കുറേ മരങ്ങളും കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ അവിടെ കിച്ചു ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മരങ്ങളൊക്കെ അവിടെ വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെ റംബൂട്ടാൻ്റെ മൊട്ട് വരുമ്പോഴത്തേക്ക് അതിന് അടിക്കാൻ ഒരു മരുന്ന് വാങ്ങി പുള്ളി വെച്ചതേ ഉള്ളൂ, അടിച്ചില്ല. അതിന് മുമ്പാണ് കൊല്ലത്തോട്ട് പോകുന്നത്. ഞാൻ എന്നും ആലോചിക്കും, അയ്യോ ദൈവമേ മരുന്നടിച്ചില്ലല്ലോ, മരുന്നടിക്കാനുള്ള ആൾ ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് മരുന്നടിക്കണം. ഈ പ്രചാരണത്തിൽ നിർണായകമായിരിക്കും ഈ കുടുംബയോഗങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടുള്ള വോട്ടേഴ്സിനെയൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും? തീർച്ചയായിട്ടും അതിനൊക്കെ വരും, കുട്ടികളായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ മകൾ ദിയ കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു താരമാണ്. എന്തായാലും ഇപ്പോൾ അമൃതദേശ പത്രിക കൊടുക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും ദിയ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് എന്നെ കൊണ്ട് പറ്റുന്നത്, എനിക്ക് മുഴുവനും എനിക്ക് പൊളിറ്റിക്കൽ കാര്യം എൻ്റെ സോഷ്യൽ മീഡിയയിൽ അഫ്കോഴ്സ് ഇടാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു മേഖല വേറെ, ഫുൾ എൻ്റർടൈൻമെൻറ്റും അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഫാഷനാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ത്രൂ ഔട്ട് ദിസ് എലക്ഷൻ ക്യാമ്പയിൻ എൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഈ രാഷ്ട്രീയ നിലപാടുകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കൃഷ്ണകുമാർജി പിന്തുടരുന്ന രാഷ്ട്രീയത്തിനെ, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് ദിയയുടെ ഒരു നിലപാട്?
പേഴ്സണലി എനിക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ വലുതായിട്ട് പൊളിറ്റിക്സിലോട്ടൊന്നും അങ്ങനെ സംസാരിക്കുന്നു ഡിസ്കഷൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ മേൽ അച്ഛൻ ഏതൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചാലും നല്ലതേ ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാം. അവിടുത്തെ നാട് ഇപ്പോൾ കൊല്ലത്തിന് വേണ്ടി നിൽക്കുന്നു, അതേപോലെ ഇപ്പോൾ ട്രിവാൻഡ്രം നിന്നെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മാക്സിമം അച്ഛനെ കൊണ്ട് പറഞ്ഞ അച്ഛൻ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ ഏതൊരു പാർട്ടിയിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നതിലും ആ പാർട്ടിയോടുള്ള ഒരു ചരിവ് എനിക്ക് അഫ്കോഴ്സ് ഉണ്ടായിരിക്കും. കാരണം അച്ഛൻ നിൽക്കുന്നവരെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ മേലുള്ള വിശ്വാസമാണ്, ഇന്ന പാർട്ടിയുടെ മേലുള്ള വിശ്വാസമല്ല, അച്ഛൻ്റെ മേലുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ നിലപാടുകളോ ഞാൻ ചോദിച്ചത് കാരണം ഈ നിലപാടുകളോടുള്ള യോജിപ്പ് എന്തെങ്കിലും ഉണ്ടോ? ആ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളോടുള്ള യോജിപ്പ് അച്ഛനിൽ നിന്നുള്ള വിശ്വാസത്തിനപ്പുറത്തേക്ക് അങ്ങനെ പൊളിറ്റിക്കലായിട്ട് എനിക്കങ്ങനെ ചോദിച്ച് ഞാനത് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർക്കൊക്കെ ഇന്ന് ചെറുപ്പക്കാർക്കും മറ്റവർക്കൊക്കെ ഇപ്പം ഞാൻ ഇവരടുത്ത് ഇന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുമെന്ന് പറയാറില്ല. പക്ഷെ ഞാൻ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹമായിട്ട് അടുപ്പവും എല്ലാം ഇവർക്കറിയാം. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആവാറുണ്ട്. കാരണം നരേന്ദ്രമോദി എന്നൊരു പ്രൈം മിനിസ്റ്ററിനുള്ള സംഭവം അത് നിന്റെ വാക്കുകളിൽ തന്നെ പറ, ചോയ്സ് ഇല്ല, അതാണ് സത്യം. ഒരു ചോയ്സ് ഇല്ല, മോദി മാത്രമാണ്. അത് നല്ലതാണ്. ഇപ്പോൾ ചോയ്സ് അടിപൊളിയാകുമ്പോൾ പിന്നെ ആ ചോയ്സിൻ്റെ കൂടെ പോയല്ലേ പറ്റൂ. പുള്ളിക്കാരന് നരേന്ദ്രമോദി സാറിന് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യയിൽ ഒരു പ്രൈം മിനിസ്റ്ററിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പുള്ളിക്കാരൻ വരുമ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ, ഓക്കെ, പ്രൈം മിനിസ്റ്ററിൻ്റെ റെസ്പെക്ട് നമുക്ക് കൊടുക്കാം, ആ ഒരു സ്ഥാനത്തേക്ക് വരാം. പക്ഷേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നൊരു ഫീലിംഗ് അല്ല. നമ്മുടെ ഈ സത്യം പറഞ്ഞ ഒരു തമിഴ് സിനിമയോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സ്റ്റാർ വരുമ്പോൾ ഒരു വിസിലടി കയ്യടി ഫീലിംഗ് ഇല്ലേ, അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ ഇറങ്ങി വരുന്ന ഫീലിംഗ് ആണ് സത്യം നരേന്ദ്രമോദിയുടെ വീഡിയോ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഓറ തന്നെയാണ്. കാരണം കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു സാധാരണക്കാരൻ്റെ മകന് അവിടെ തലപ്പത്ത് വരെ എത്താൻ കഴിയുമെന്ന് തെളിയിച്ച നേതാവാണ്. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ, ഈ 4 സംഘത്തെ മുഴുവൻ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? അല്ല, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ 4 അല്ല, ഇപ്പോൾ 5 ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ പറയും ഇവരൊക്കെ എൻ്റെ മക്കളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇവർ വളർന്നു, ഇവരെ ജനങ്ങൾ സ്നേഹിച്ചു, സഹായിച്ചു, ഇവരെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറാക്കിയ ജനങ്ങളോട് ആദ്യം നന്ദി. അതിനുശേഷം ഇപ്പോൾ ഇവർ ഈ 4 മക്കളുടെ അച്ഛനായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്നെ പല കുട്ടികളും ചിലർ വന്നിട്ട് അങ്കിൾ ഹൻസിക ചേച്ചിയുടെ അച്ഛനല്ലേ, ഓസി ചേച്ചിയുടെ അച്ഛനല്ലേ. അപ്പോൾ അതൊരു സുന്ദരമായൊരു അനുഭവമാണ്. മക്കളുടെ പേരിൽ മാതാപിതാക്കൾ അറിയപ്പെടുക, ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹമാണ്. ഇതുപോലെ തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വെച്ചാൽ പണ്ട് എൻ്റെ ഭാര്യയായിട്ട് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ സിന്ധുവിൻ്റെ ഭർത്താവെന്നും ആയി തുടങ്ങി. കാരണം ഇവളും അതിനകത്ത് കയറി കത്തി കയറുകയാണ്. ഇപ്പോൾ പണിയില്ലാത്ത ഒരാൾ വീട്ടിൽ ഞാനാണ്. അപ്പോൾ കുറച്ച് വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. ഗണേശ ഭഗവാന്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. എന്തായാലും അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നു. കൊല്ലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കിടയിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ഞങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. BJP പ്രവർത്തകരിൽ ആവേശം കാണുന്നുണ്ട്, ജനങ്ങളിലുണ്ട്. അപ്പോൾ വിജയാശംസകൾ. അപ്പോൾ കൃഷ്ണകുമാർജിയും കുടുംബവുമാണ് നമ്മൾക്കൊപ്പം സമയം ചെലവഴിച്ചത്. ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. അതോടൊപ്പം കുടുംബത്തിലെ മറ്റുള്ളവരും ഹാനിയടക്കമുള്ളവരെല്ലാവരും ഇങ്ങോട്ട് പ്രചാരണത്തിനൊക്കെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയും നമ്മോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ഹരിക്കൊപ്പം പ്രജിത് മോഹനൻ, ജനം.